മലയാളി കടയിൽ ചൊവ്വാഴ്ച ദിവസങ്ങളാണ് കേട്ടോ നാട്ടിൽ നിന്നുള്ള സാധനങ്ങൾ വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം കപ്പ, കായ്, ചെറുകിഴങ്ങ്, വെള്ളരിക്ക, ചെറിയ ഉള്ളി, തേങ്ങ, പിന്നെ കുറേ പലഹാര ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ മെയിനായിട്ട് വരുന്നത് കപ്പ വാങ്ങിക്കാനാണ്. തേങ്ങയൊക്കെ വെറുതെ എടുത്ത് നോക്കിയെന്നേ ഉള്ളൂ, വില കാരണം അങ്ങ് തിരിച്ചു വെച്ചു കേട്ടോ. പിന്നെ ഈ ചെറുപഴമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മെയിനായിട്ട് കപ്പ വാങ്ങിക്കും, ഏത്തമ്പഴം വാങ്ങിക്കും കേട്ടോ. ഏത്തമ്പഴമൊക്കെ ആകുമ്പോൾ കാത്തൂട്ടി നനൂട്ടി ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിശക്കുന്നതെന്ന് പറയുമ്പോഴേ അതങ്ങ് എടുത്ത് കൊടുത്താലും കുറച്ച് സമയത്തേക്ക് ഒന്ന് പിടിച്ചു നിർത്താം. അപ്പോൾ കപ്പ വാങ്ങിക്കൊണ്ട് വന്നത് ഇന്നാണ് കേട്ടോ ഈ കപ്പയൊക്കെ ഇളക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇളക്കുക എന്ന് പറയും കേട്ടോ. അങ്ങനെ കപ്പയൊക്കെ എടുത്ത് തോടൊക്കെ കളഞ്ഞ് ഇതൊന്ന് അരിഞ്ഞെടുക്കുന്ന സമയമാണ് എനിക്ക് ഏറ്റവും മെനക്കേട് കേട്ടോ. ഈ കപ്പ ഞാനിങ്ങനെ കുനുകുനായിട്ട് അരിഞ്ഞെടുക്കുള്ളൂ. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവുമല്ലോ, എന്തിനാണ് ഇങ്ങനെ കുനുകുനാന്ന് അറിയുന്നത് എന്നും എനിക്കറിയില്ല കേട്ടോ. പണ്ട് മുതലേ ഇങ്ങനെ വീട്ടിൽ അമ്മയൊക്കെ അരിഞ്ഞതുകൊണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെ അരിയുന്നത്. പക്ഷേ എനിക്ക് അതാണ് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത്. കുക്കറിൽ ഇങ്ങനെ വേവിച്ചെടുക്കുന്ന സമയത്തെ എനിക്കങ്ങ് കുഴഞ്ഞു പോകും. ചിലപ്പോൾ അതങ്ങനെ ശീലം ഇല്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. തോടൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇളവി വരുന്ന കപ്പയാണെങ്കിൽ വേവിച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമാണെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ തോട് പെട്ടെന്ന് ഇളവി വരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ പിന്നെ പച്ചക്കറി ആയിരുന്നാലും എന്ത് സാധനങ്ങളായിരുന്നാലും ഇങ്ങനെ കയ്യിൽ വെച്ച് അരിയുന്നതാണ് കൂടുതൽ പ്രാക്ടീസ്. ഈ കട്ടിൻ ബോഡിയിൽ വെച്ച് ഇങ്ങനെ അരിയാത്തത് കൊണ്ടായിരിക്കും എനിക്കതെന്തോ ഒരു വല്ലാത്ത വിഷമില്ല കേട്ടോ. കയ്യിൽ വെച്ച് തന്നെ ഞാൻ ഐസിന് അങ്ങ് അരിഞ്ഞെടുക്കും. അപ്പോൾ ഏകദേശമൊക്കെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞെന്ന് വേണം പറയാം. അപ്പോൾ കപ്പയാണെങ്കിൽ ഇവിടെ കപ്പ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ചോറൊന്നും അധികം അങ്ങനെ കഴിക്കൂല. കപ്പയും മീൻകറിയും കഴിക്കാനാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ കപ്പയൊക്കെ ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ട് പിന്നെയാണെങ്കിൽ വെളിച്ചെണ്ണ നോക്കിയപ്പോൾ വെളിച്ചെണ്ണ തീർന്നു. മലയാളി കടയിലാണെങ്കിൽ ഏകദേശം 500 എത്ര രൂപയാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയില്ല. ഇവിടെയാണെങ്കിൽ വേറൊരിടത്ത് ഇങ്ങനെ ആട്ടി കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണെങ്കിൽ അവരിവിടെ ലീവിന് പോയിരിക്കുന്നതുകൊണ്ട് 1 മാസം കഴിഞ്ഞ് ഇനി വെളിച്ചെണ്ണ കിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് തേങ്ങ അരച്ച് തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ മുളകിട്ട് കറി വെക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ ചാറ് കിട്ടാത്തതുപോലെ തോന്നും. ഇവിടെ കപ്പയൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ ഇങ്ങനെ കറിയേന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തേങ്ങ അരച്ച് വെക്കുന്നത് തന്നെ ആയിരിക്കും നല്ലതെന്ന്. അപ്പോൾ മാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ചിലവേലില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ ചിലവ. എവിടെ വേണമെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഇളകി പോകുന്നോ അങ്ങനെ ഒന്നും പേടിക്കണ്ട കേട്ടോ. നിങ്ങൾക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തേങ്ങയൊക്കെ തിരികെ എടുക്കാം. തേങ്ങ തിരികെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അരയ്ക്കാൻ വേണ്ടിയിട്ട് പുളി ഞാൻ എടുത്ത് വെച്ചത് തീർന്നുപോയി. ഞാനിങ്ങനെ ഒരു വലിയ കലത്തിനകത്ത് ആക്കി വെച്ചിട്ടുള്ളതാണ്. ഒരു 2-3 വർഷം കൊണ്ട് ഇരിക്കുന്നതാണ് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ അതിനകത്ത് നിന്ന് ഇങ്ങനെ തേനൊക്കെ ഊറി ഇറങ്ങി തുടങ്ങി. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിന് നമ്മൾ പുളിന്തേനെന്ന് പറയേ. ഈ പൊള്ളലൊക്കെ വരുന്ന സമയത്ത് തേക്കാൻ നല്ലതാണ്. പുറത്താണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. തണുപ്പ് ഒന്ന് കുറഞ്ഞു വന്നതായിരുന്നു. മഴ പെയ്തപ്പോൾ ചെറിയൊരു തണുപ്പ് തുടങ്ങിയിട്ടുമുണ്ട്. തേങ്ങയിൽ അരപ്പ് ഒഴിച്ച് തക്കാളി, മാങ്ങ, പച്ചമുളക് ഇട്ടിട്ടാണ് കേട്ടോ കറി വയ്ക്കാൻ വേണ്ടി വെച്ചത്. കപ്പയാണെങ്കിൽ നല്ല അടിപൊളി കപ്പയായിരുന്നേ. കപ്പയുടെ അരപ്പിനായിട്ട് ഞങ്ങൾ ചേർക്കുന്നത് കുറച്ച് വെള്ളത്തിൽ മഞ്ഞപ്പൊടി, ഉപ്പും കറിവേപ്പിലാണ് കേട്ടോ. പിന്നെ നാളെയും കൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ പുളിയും കൂടെ ചേർക്കാറുണ്ട്. കപ്പയും മീൻകറി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഞാൻ പിന്നെ വേറെ കറി ഒന്നും വെക്കാൻ പോകില്ല. അതൊന്നും ഇവിടെ ചിലവാവില്ല കേട്ടോ. ചോറ് പോലും ചിലവാവില്ല. അപ്പോൾ ഞാൻ ചോറ് എടുത്തു, കപ്പ എടുത്തു, പിന്നെയാണെങ്കിൽ മാങ്ങ, ഇഞ്ചി, അച്ചാറും എടുത്തു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നേ. ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി അങ്ങ്